ആര് കാന്തൻ വരവിലെടുക്കപ്പെടും? ലൂക്കോസ് 17:34, 35, 36. ആര് കർത്താവിന്റെ വരവിൽ? വായിക്കാം. ആ രാത്രിയിൽ രണ്ടുപേർ ഒരു കിടക്കമേലായിരിക്കും. അവിടെ നിൽക്കട്ടെ, ഓടിപ്പോകരുത്. 2 പേർ ഒരു കിടക്കമേലായിരിക്കും. ആരാ 2 പേർ? ഒരാളെ കൈക്കൊള്ളും, ഒരാളെ തള്ളും. ഒരമ്മയുടെ ഉദരത്തിൽ 2 പേരുണ്ടായിരുന്നു. 1 ഏശാവ്, 2 യാക്കോബ്. ഏശാവിൻ്റെ പ്രത്യേകത എന്തുവാ? അവൻ മനശാലി മൃഗവേട്ടക്കാരനുമായിരുന്നു. കടയാലും മൂടും പേച്ചുപാറയെല്ലാം തൂക്കുമായിട്ട് പോകുന്നവനായിരുന്നു. യാക്കോബും അമ്മയുടെ ചുരിദാറി പിടിച്ച് കറങ്ങി നിൽക്കുന്നവനായിരുന്നു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. 1 ഒരു ദിവസം ഉച്ചയ്ക്ക് ഏശാവ് വേട്ട കഴിഞ്ഞ് വന്നപ്പോൾ നല്ല വെള്ളം പയറ് പായസം. ആദ്യം എന്താ? അവൻ ചേഷ്ടാവകാശം. 2 അപ്പന് കണ്ണ് മങ്ങി. ഏശാവിനോട് പറഞ്ഞ് നല്ല വേട്ടയിറച്ചി കൊണ്ടുവരാൻ. ഏശാവ് തൂക്ക് കൊടുത്ത് പോയി. അമ്മ ഇത് കഥവിൻ്റെ മറവിൽ നിന്ന് കേട്ടു. അമ്മ പറഞ്ഞു LDF വരും, എല്ലാം ശരിയാകും, കേരള ഭാഷ. മമ്മി പറഞ്ഞു നീ പോയി മൃഗത്തെ കൊണ്ടുപോവാ, ഞാൻ കട്ട് ചെയ്യാം, എസൻസും സ്റ്റൂ ഇട്ട് കൊടുക്കാമെന്ന്. നല്ല മട്ടൻ കറി. അപ്പം യാക്കോബ് ചോദിച്ച് എൻ്റെ ശബ്ദം അപ്പൻ അറിയും, അപ്പം മോണോ ആക്ട് നടത്തിയാൽ മതിയെന്ന്. സ്തോത്രം. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ രോമക്കുപ്പായം, ഏശാവിൻ്റെ കുപ്പായം പതപ്പിച്ചു. ആ കണ്ണ് മങ്ങി അപ്പൻ്റെ അടുത്ത് ചെന്ന് ഈ യാക്കോബ് പറഞ്ഞു പപ്പ നല്ല ഫുഡ് വന്നിട്ടുണ്ട്. പപ്പ ചോദിച്ചു നീ എൻ്റെ ആദ്യജാതനായ ഏശാവോ എന്ന്? ഞാൻ തന്നെ എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പം 2ാമത്തെ ചോദ്യം, ബൈബിൾ വായിക്കുന്നില്ല. അപ്പോൾ എവിടുന്ന് കിട്ടിയെന്ന്? കർത്താവ് തന്നു, അതും കള്ളം. സ്തോത്രം. അവസാനം അപ്പച്ചന് നല്ല ഇന്നത്തെ നമ്മുടെ അൽബകാമൊക്കെ കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പപ്പ കഴിച്ചിട്ട് അവനെ അനുഗ്രഹിച്ച സമയത്ത് അനുഗ്രഹം കിട്ടിയപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ അങ്ങ് നിൽക്കരുതെന്ന്. സ്തോത്രം. സ്ഥലം വിട്ടോളാം. അമ്മ എന്തോ ഇത് ഒരു വടി അവൻ്റെ കൊടുത്ത് 2 കുപ്പി മിനറൽ വാട്ടറും കൊടുത്തു. ഇവിടുന്ന് ഒറ്റ പോക്ക് ലൂസിൻ്റെ പട്ടണത്തിൽ ചെന്ന് മിനറൽ വാട്ടറും തീർന്നു, വടിയും പോയി. ഇനി എങ്ങോട്ടാണെന്നറിയത്തില്ല. വീട്ടിലോട്ട് ചെന്നാൽ ഏശാവ് നിൽക്കുക നല്ല വാളുമായിട്ട്. ലാബാൻ്റെ വീടും അറിയത്തില്ല. അന്ന് രാത്രി അവയൊരു കല്ലിനകത്ത് തലയണ അങ്ങ് കരയാൻ തുടങ്ങി. എന്ന് രാത്രി അവൻ്റെ കണ്ണുനീര് തലയിൽ ഇറങ്ങിയോ. സ്വർഗത്തിൻ്റെ കോവണി അവന് വേണ്ടി ഇറങ്ങി വന്നു. ഇന്നത്തെ സഭായോഗത്തിൽ പ്രത്യേകിച്ച് പറയണം, വാതിലുകൾ വഴികളടയും. അമ്മച്ചിയെ എന്ന് രാത്രി കണ്ണുനീര് ആ കിടക്കയിൽ ഇറങ്ങി വരും. സഹോദര, എന്ന് രാത്രി നിന്റെ കണ്ണുനീര് കിടക്കയിൽ ഇറങ്ങി വരുമോ? അന്ന് രാത്രി ഏശാവിൻ്റെ വാളല്ല, ലാബാൻ്റെ വീടല്ല, സ്വർഗത്തിൻ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വചനമേറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി അവനൊരു കാര്യം സ്വർഗത്തോട് പറഞ്ഞു, ഈ യാത്രയിൽ കൂടെ ഇരിക്കണം, കുടിക്കാൻ കുറച്ച് വെള്ളം തരണം, ലാബാൻ്റെ വീട്ടിലും എത്തിക്കണം. അന്ന് ഇന്നത്തെ കണക്ക് ഗൂഗിളൊന്നുമില്ല. പിന്നെ അവൻ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ അവസാന ആഗ്രഹം അപ്പൻ്റെ വീട്ടിൽ മടങ്ങി വരണമെന്ന്. സ്തോത്രം. വായിക്കാൻ സമയമില്ല, വലിയ പ്രസംഗമാണ്. അവൻ ലാബാൻ്റെ വീട്ടിൽ ചെന്ന് ദൈവനാമത്തിൽ അവന് പാട്ടുപാടി ദൈവ സാന്നിധ്യം ഇറങ്ങി അഭിഷേകമുള്ള ഉടനെ ഉണ്ടല്ലോ ലാബാൻ ആടുപാടുകളെ നമ്മുടെ ഇച്ചിരി റബ്ബറും തോട്ടവും വെള്ളരുടെ കണക്ക് ഏലത്തോട്ടമൊക്കെ അവനെ എല്ലാം ഏൽപ്പിച്ചു. അവൻ നല്ല ബുദ്ധിമാനായിരുന്നു. ലാബാനോട് പറഞ്ഞു താണ്ടൊരു പെങ്കൊച്ചു വയ്ക്കുന്നു റാഹേൽ, അവളെ എനിക്ക് 7 വർഷം കഴിഞ്ഞാൽ കല്യാണം നടത്തി തരണമെന്ന്. അപ്പം ഞങ്ങളുടെ കൊച്ചുങ്ങളുടെ ഫോട്ടോ വാട്സപ്പിൽ ഇടുന്ന പോലെ യാക്കോബിന് ഈ ഫോട്ടോയും കൊടുത്ത് അവൻ ആട് മേയ്ക്കാൻ പോകുമ്പോഴെല്ലാം റാഹേലിനെ നോക്കിയിരുന്നു. സ്വോത്രം. 7 വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. രാത്രിയിലായിരുന്നു കല്യാണം. രാവിലെ പെങ്കൊച്ചിനെ നോക്കിയപ്പം റാഹേലല്ല, അരവിന്ദ് കണ്ണാശുപത്രിയിൽ നിന്ന് ലേസർ അടിച്ചല്ലേ. മനസ്സിലാകുന്നവർക്കായി ഇന്ന് പകൽ കൊടുത്താൽ കൊല്ലത്തല്ല മഞ്ഞാലുമൂടിലും കിട്ടും. മനസ്സിലാകുന്നവർക്കായി രാഗേൽ ഷോയില്ലേ നമ്മുടെ യാക്കോബ് നമ്മുടെ വെള്ളറുടെ UAT നിന്ന് ഡിഗ്രി എടുത്തോളായിരുന്നു. പക്ഷേ ലാബാൻ ചെന്നൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തവനാണ്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അപ്പം പിന്നെ അപ്പനുമായിട്ട് വഴക്കുണ്ടായി. 7 വർഷം നിന്ന് റാഗേലിനെയും കിട്ടി, ബിൽഗേ ശില്പയും കിട്ടി. 20 കൊല്ലം. ഇപ്പം പാട്ടില്ല, പ്രാർത്ഥനയില്ല, തമ്പേറൊക്കെ നമ്മുടെ ഇടയ്ക്ക് മൂലയ്ക്ക് ഒതുക്കി. സ്വോത്രം. അപ്പം അടുത്ത കാര്യം കേൾക്കണം. അന്ന് ഈ ലാബാൻ്റെ മക്കൾ UK-യിലും കാനഡയിലും ഒക്കെ പഠിക്കാൻ പോരുന്നത്. അവരിടയ്ക്ക് ലീവിന് വന്നപ്പം ഫെഡറൽ ബാങ്കിലും അതുപോലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലും കാനറ ബാങ്കിലും അക്കൗണ്ട് നോക്കിയപ്പോൾ പപ്പ 0, യാക്കോബ് കോടിപതി. മനസ്സിലാകുന്നവർക്കായി ഇവയെല്ലാം അടിച്ചു മാറ്റി. സ്വോത്രം. അപ്പോൾ നമ്മുടെ ഗുണ്ടുകാരുടെ കുഞ്ഞുങ്ങളുടെ കണക്ക് കൊച്ചുങ്ങളിടയ്ക്ക് പിച്ചാത്തി കാണിക്കാൻ തുടങ്ങി. അപ്പം യാക്കോബിന് പേടിയായി അടി കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് അപ്പൻ ആടുകളെ രോമം കത്തിരിക്കാൻ പോയി. അടുത്തൂടെ കേട്ടാട്ട് ഉടനെ ലാബാൻ രോമം കത്തിരിക്കാൻ പോയി. പിള്ളേർ ഈ വിദേശത്ത് നിന്ന് വന്നുകൊണ്ട് കൊടൈക്കനാലിലും മൂന്നാറിലും പോയി. ആ സമയത്ത് 2 ഇനോവയായിട്ട് ആര് ചാടി? യാക്കോബ് ചാടി. യാബോക്കിൻ്റെ കടവിൽ വന്നു. യവൻ അക്കരെ കയറാൻ വയ്യ. അന്ന് ആള് കുറഞ്ഞ സ്ഥലം. എല്ലാവരും കേട്ടാട്ട് ഏശാവ് വരുമെന്ന്. അവിടെ വന്നപ്പോഴും കുഴപ്പം കാണിച്ചമ്മാമ്മേ. റാഗേലിനെ അല്ല മുമ്പിൽ നിർത്തിയിരുന്ന പാവല്ലേ, കുത്ത് കിട്ടുന്ന എവിടെ തീരട്ട് റാഗേലിനെ ഞാൻ പിടിച്ചോളാന്ന്. സ്വോത്രം. മനസ്സിലാകുന്നവർക്ക് അതുകൊണ്ട് ഏറ്റവും വലിയ ചതിയനായി യാക്കോബ്. സ്വോത്രം. അവിടെ വന്നിട്ട് അന്ന് ആളൊക്കെ കുറവാ. പഴയ കാലത്തെ മഞ്ഞാലുമൂട്ടിലെ കണക്കാ. ഇവൻ മൽപ്പിടുത്തത്തിന് സായസന്ധ്യ ഒരു ദൂതൻ വന്നു. ഇവൻ കാലേ കയറി പിടിച്ചു. നല്ല മൽപ്പിടുത്തം. ദൂതനോട് പറഞ്ഞ് നീ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടത്തില്ല. അപ്പം നല്ല മൽപ്പിടുത്തം നടത്തി. ഉഷസായി, സന്ധ്യയായി.
ഒരു സമയമായപ്പോൾ ദൂതൻ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, നിന്റെ പേരെന്താ കുഞ്ഞ്? അപ്പം പറഞ്ഞു, പപ്പ ഇട്ട പേര് യാക്കോബെന്ന. അപ്പം സ്വർഗത്തിലെ ദൂതൻ പറഞ്ഞു, ഇന്ന് മുതൽ നിന്റെ പേര് മാറണം. ഏതാ? അപ്പനിട്ട പേര് യാക്കോബെങ്കിൽ നീ മനുഷ്യനോട് ദൂതനോട് മല്ല് പിടിച്ചതുകൊണ്ട് സ്വർഗം നിന്റെ പേര് മാറ്റും. നിന്റെ പേര് ഇസ്രായേൽ. കരമുയർത്തുന്നവർക്കായി. ആര്? ഇവിടുത്തെ അവറാച്ചനും തോമാച്ചനും ഒന്നുമല്ല ദൈവസന്നിധി പോകുന്നത്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയവൻ കാന്തന്റെ വരവിലെടുക്കപ്പെടും. സഭയാ മണവാട്ടിയുടെ യോഗ്യതയാ. ആർക്കും മടങ്ങി വരാം. ഇന്ന് പകൽ യാക്കോബ് പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി നിലവിളിച്ചപ്പോൾ അവൻ്റെ പേര് മാറ്റി. രണ്ടാമത്തെ കാര്യം വായിച്ചാട്ടെ. ആ രാത്രി രണ്ടുപേർ ഒരു കിടക്കമേൽ, ഒരുത്തനെ കൈക്കൊള്ളും, ഒരുത്തനെ ഒഴിവാക്കും. അടുത്ത വാക്യ സിസ്റ്റർ വായിച്ചാട്ടെ. രണ്ടുപേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. എല്ലാവരും കേട്ടാട്ടെ. 5 മിനിറ്റ് കൂടെ പ്രഭാഷണം ആരാധന കൂടെ നിർത്താം. എന്താ? ഒരു അമ്മയുടെ ഉദരത്തിൽ 2 ചെറുപ്പക്കാരെ പരിചയപ്പെടുത്തി. ഒരു തിരികല്ലിൽ 2 പേര് പൊടിച്ചുകൊണ്ടിരിക്കും. 1 ഓർപ്പ, 2 രൂത്ത്. ആരാ? ന്യായാധിപന്മാർ ന്യായപരിപാലനം നടത്തുമ്പോൾ ഒരപ്പച്ചനും അമ്മച്ചും എവിടേക്ക് വന്നെന്നറിയാമോ? ബേത്തലഹേമ നല്ല സ്ഥലം. ബേത്ത് ശാപ്പാട്, എപ്പോഴും ശാപ്പാട് കിട്ടുന്ന സ്ഥലം. ഹിന്ദിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പൂര ടൈം ഖാനാമിലേക്ക്. അവിടെ പട്ടിണി വന്നു. മോവാബിൽ വന്നു. 1000 ആണ്ട് ശാപം. ലോത്തിന്റെ മക്കൾ അപ്പനാൽ ഗർഭം ധരിക്കപ്പെട്ടു. 2 കല്യാണം അവിടെ നടന്നു. 1 എലിമലേക്കിന്റെ 2 മക്കൾ മംഗ്ലോനും കില്ലിയോനും. 2 പെൺകുട്ടികൾ വന്നു, ഓർപ്പയും രൂത്തും. ഇന്ന് പകൽ കേൾക്കണം. അവരിങ്ങനെ നിന്നപ്പോൾ ആദ്യം ആര് മരിച്ചു? എലിമലേക്ക്. 2 ശവപ്പെട്ടികൾ കൂടെ വീട്ടിനകത്ത് വന്ന് മംഗ്ലോനും കില്ലിയോനും. അമ്മയായ ആരാ? നവോമി അവരെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, എനിക്ക് പ്രായമേറെയായി, ഇനി എനിക്ക് തലമുറകൾ ഉണ്ടാകത്തില്ല. എൻ്റെ കയ്യിൽ ഒരു ബോർഡിംഗ് പാസ് ഉണ്ട്. വന്നത് ഞാൻ ബേത്ലഹേമിലേക്ക് പോകും. നിങ്ങളിവിടെ ദേവന്മാരുടെ അടുത്ത് നിങ്ങളുടെ ആചാരപ്രകാരം നിൽക്കാൻ. ആ സമയത്ത് ഒരു സഹോദരി അമ്മച്ചിയുടെ ചെവിയിൽ നിന്ന് വന്ന് ഒരു നല്ല ചുംബനം കൊടുത്ത്. ഓർപ്പ അവള് ചേട്ടൻ മരിച്ചപ്പോഴേ 2 വാട്സം പോയിട്ട് ലൈനിൽ നിൽക്കുക. ഒറ്റ ചാട്ടം മതിലിയാടി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഓർപ്പ ഒറ്റ മതിലിയാട്ട് ഏഷ്യാടി പോയിരുന്ന PT ഉഷക്കാലം നല്ല മെഡൽ കിട്ടിയാണ്. മനസ്സിലാകുന്നവർക്കായി രൂത്ത് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി പോകുന്ന സ്ഥലത്ത് ഞാനങ്ങ് വരുക, അവിടെ ഞാൻ മുട്ടുമടക്കുക, അവിടെ ഞാൻ ദൈവത്തെ ആരാധിക്കുക, വരുന്നവർക്കൊരു പ്രൈസ്തലോട് ഞാൻ കൊടുക്കുക, നിന്റെ ജനത്തോട് കൂട്ടായ്മ അനുഭവിക്കൂ. 7ാമത്തെ കാര്യവും കൂടെ പറഞ്ഞു, മരണം എന്നെ വേർപിരിക്കുന്നത് വരെ ഈ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കും. ഇന്ന് പകൽ ഓർപ്പ കൈവിടപ്പെട്ടപ്പോൾ രൂത്ത് 1 വചനത്തോട്, 2 മുട്ടുമടക്കും. ആരുമായി കൂട്ടായ്മ. 3ാമത്തെ കാര്യം വചനത്തിൽ അവൾ ഉറച്ചു. 4ാമത്തെ കാര്യം അവൾ ദൈവസന്ധിയിൽ തീരുമാനമെടുത്തു. കാണാത്ത ദേശത്തേക്ക് അവൾ യാത്ര. 6ാമത്തെ കാര്യം സ്നാനക്കടവിൽ പറയുന്ന പോലെ മരണം എന്നെ വേർപിരിക്കുന്നത് വരെ ഈ കർത്തർക്ക് ഞാൻ മഹിമ കൊടുക്കും. മനസ്സിലാകുന്നവർക്കായി. കർത്താവിൻ്റെ വരവിലെടുക്കപ്പെടണമെങ്കിൽ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം നീ അനുതപിക്കണം. വിട്ടുകളയേണ്ടതിന് വിട്ടുകളയണം, ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കണം, വചനത്തോട് ചേർന്ന് നിൽക്കണം. അനുതപിച്ച് ഉപേക്ഷിച്ച് ദൈവസന്ധിയിൽ മടങ്ങി വന്ന് മുട്ടുമടക്കി കാന്തന്റെ വരവിന് വേണ്ടി നീ തയ്യാറായാൽ രൂത്തിനെ മാറോട് ചേർത്ത ദൈവം ഇന്ന് പകൽ നിന്നെ ചേർക്കും കാന്തന്റെ വരവിൽ. സ്വോത്രം. അടുത്തത് ഒരു വാക്കൂടെ. 2 പേർ അതുകൂടെ അവസാനിക്കും. വായിച്ചാട്ട് കുഞ്ഞെ. 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. കായിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു. അവസാന ഭാഗങ്ങൾ ആരെ ചേർക്കാൻ? 2 പേർ ഒരമ്മയുടെ ഉദരത്തിലായിരിക്കും. ഏശാവ് തള്ളി മടങ്ങി വന്ന് മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച് നിലവിളിച്ച് പേര് മാറ്റിയ യാക്കോബിനെ ചേർക്കും ജീവപുസ്തകം. രൂത്തിനെ പോലെ കാണാത്ത ദേശത്തേക്ക് എടുത്തു ചാടാൻ അവൾ തയ്യാറായി. വചനത്തിൻ്റെ അമ്മായിയമ്മയോട് കൂടെ ഇരുന്നവൾ വചനം പഠിച്ചു. ഈ ദൈവം എൻ്റെ ദൈവം, ഞാൻ പോകുന്നിടത്ത് അവൻ കാക്കും. അമ്മച്ചി, ആ കൂട്ടായ്മ എനിക്കറിയത്തില്ല, അവിടെ മുട്ടുമടക്കും. മരണം എന്നെ വേർപിരിക്കുന്നത് വരെ ഞാൻ ഈ ദൈവത്തെ ആരാധിക്കും. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് പാരമ്പര്യത്തിൽ നിന്ന് വിട്ടിറങ്ങി സത്യദൈവത്തിന് വേണ്ടി ജ്ഞാനസ്നാനമെടുത്ത് മുട്ടുമടക്കി നിലവിളിച്ച് അവൻ്റെ വരവ് വരെ കാത്തിരിക്കുന്നത് രൂത്തിനെ പോലെയുള്ള മണവാട്ടിയെ ചേർക്കാൻ കാന്തൻ വരും. ഇത് 2 മാത്രം പോരാ. 3ാമത്തെ കാര്യം, കായീനെ പോലെ ചത്ത ആരാധന പോരാ. ഒരുവന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു. ഹാബേലിനെ പോലെ ദൈവം ആത്മാവാകുന്നു. ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നവനെ ചേർക്കാൻ യേശു മടങ്ങി വരും. സഭയാ മണവാട്ടി. ഇന്ന് പകൽ നിർത്താൻ പോകുന്നു. അവസാന ഭാഗം കുഞ്ഞുങ്ങൾ പാടും സോളോയോട് കൂടി അവസാനിക്കും. ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക കർത്താവിൻ്റെ മടങ്ങി വരവ്. അന്ന് ഇതാ പ്രസംഗിച്ചത്. ആ രാത്രി 2 പേർ ഒരു കിടക്കമേൽ, 2 പേർ ഒരു വയലിൽ, 2 പേർ ഒരു തിരികൽ. യോഗം കഴിഞ്ഞപ്പോൾ ഒരച്ചായനും അമ്മാമ്മയും കൂടി ഇവിടെ വന്ന് നിൽക്കുക. എന്നിട്ട് എന്നോട് ചോദിക്കുക, ആശീർവാദം കഴിഞ്ഞ് പാസ്റ്റർ അവിടെ നിൽക്കുക. അപ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ചായനും അമ്മാമ്മയ്ക്കും എന്നെ ഒന്ന് കാണണമെന്ന്. അച്ചായനും അമ്മാമ്മ എന്നോട് വന്നിട്ട് ചോദിക്കുക,
ഞാൻ പോവോ ചിന്നമ്മ പോവുമെന്ന് മനസ്സിലാക്കുന്നവർക്കായി സന്തോഷമില്ലല്ലോ. ഞാൻ പോവോ ചിന്നമ്മ പോവുമെന്ന് സ്വോത്രം. അപ്പം ഞാൻ ചോദിച്ചു എന്തു വച്ചാ കാര്യം? പാസ്റ്റർ പ്രസംഗിച്ചില്ലേ, 2 പേരൊരു കടക്കമേ, ഒരാൾ പോവും ഒരാൾ പോവത്തില്ല. 2 പേർ ഒരു വയലിൽ, ഒരാൾ പോവും ഒരാൾ പോവത്തില്ല. 2 പേർ ഒരു തിരികല്ല. അച്ഛൻ്റെ സംശയം ശരിയാ, ഞാൻ പോവോ ചിന്നമ്മ പോവോ? ഞാൻ പറഞ്ഞു 2 പേരും പോവും. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുതപിച്ച് സ്നാനമേറ്റ് ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾ പ്രിയന്റെ പരവിലെടുക്കപ്പെടും. കൺക്ലൂഷൻ, ഇന്ന് പകൽ നിർത്താൻ പോകുന്നു. ബാക്കി രാത്രി വെളിപ്പാട്. മനുജകുമാരൻ്റെ ഒരു ദിവസം കാണുവാൻ മഞ്ഞാലുമൂട് കാണാൻ കൊതിക്കും. പലരും കാണത്തില്ല. അവിടെയും ഇവിടെയും ഉണ്ടെന്ന് പലരും പറയും. ഓടിപ്പോകരുത് മക്കളെ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ കാന്തൻ്റെ വരവിൽ രക്ഷിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾ നിത്യ വീട്ടിലെത്തിയാൽ ഇവിടെ ഒരു വലിയ പ്രളയം. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ ലോസ് ആഞ്ചലസിൽ തീ തുടങ്ങിയെങ്കിൽ പരിശുദ്ധാത്മശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെട്ടാൽ ഇന്നുള്ള ആകാശവും ഭൂമി ദൈവം തീക്കായി ലോസ് ആഞ്ചലസ് സാമ്പിൾ. ആ വരവിൽ ആരെടുക്കപ്പെടും? യാക്കോബിനെ പോലെ മുട്ടുമടക്കി അനുദപിച്ച് ദൈവസന്ധിയിൽ നിലവിളിച്ച് ജീവപുസ്തകത്തിൽ പേരുള്ളവൻ എടുക്കപ്പെടും. രൂത്തിനെ പോലെ ദൈവസന്ധിയിൽ സമർപ്പിച്ച് വചനമേറ്റെടുത്ത് പാരമ്പര്യത്തിന്റെ കോട്ട വിട്ട് അമ്മച്ചിയോടുകൂടെ യാത്ര ചെയ്ത് ബോവസിന്റെ വയലിലെത്തുന്നത് വരെ തിരുവചനം ഏറ്റെടുത്തുകൊണ്ട് മരണം വേർപിരിക്കുന്ന നാൾ വരെ ഈ യേശുവിനെ അല്ലെങ്കിൽ ഈ നല്ല ദൈവത്തെ ഞാൻ ഉയർത്തുമെന്ന് തീരുമാനമുള്ളവരെ ചേർക്കുവാൻ കയ്യിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല. ഒന്നേ കൊടുത്തോളൂ, അവന്റെ നാമത്തിന് മഹത്വം കൊടുക്കണം. ഹാബേലിനെ പോലെ സത്യത്തിലും ആത്മാവിലും കുഞ്ഞാടിനെ പോലെ തുള്ളിച്ചാടി ആരാധിക്കുന്ന ദൈവസഭയെ ചേർക്കുവാൻ കാന്തൻ വരാറായി.